Hi students, once again welcome back to EduSpring classes. Today we discuss post acquisition profit of the subsidiary. ഒരു സബ്സിഡിയറി കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We have discussed the preparation of consolidated balance sheet immediately after acquiring majority of holdings in the subsidiary. ഒരു സബ്സിഡറി കമ്പനിയുടെ മെജോറിറ്റി ഓഫ് ഷെയർസ് അക്വയർ ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്ത് കാണും? ആ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹെൻസ് ദ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് ദി സബ്സിഡറി were treated as capital profit. Capital profit. Capital profit. അതായത് ഒരു സബ്സിഡറി കമ്പനിയുടെ റിസർവുകളും പ്രോഫിറ്റുകളും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീ അക്വിസിഷൻ റിസർവുകളും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നതാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് റിസർവ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെയും പ്രീ അക്വിസിഷൻ റിസർവിനെയും നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെയും പ്രീ അക്വിസിഷൻ റിസർവിനെയും എന്താണ് വിളിക്കുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്നാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Now we turn our attention to the treatment the profit earned by the subsidiary after acquisition. ഈ ഒരു പ്രോബ്ലത്തിൽ, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ അക്വിസിഷന്റെ, അതായത് ഒരു സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദിസ് പ്രോഫിറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ്. അതായത് പ്രീ അക്വിസിഷന് ശേഷമുള്ള, അതായത് ഒരു സബ്സിഡറി കമ്പനി അക്വയർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന പ്രോഫിറ്റിനെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അതായത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് എന്നാലും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാലൊക്കെ എന്താണ്? സെയിം ഐറ്റം തന്നെയാണ്. അതായത് ഒരു കമ്പനി, ഒരു സബ്സിഡിയറി കമ്പനിയെ അതിന്റെ ഷെയർസ് അക്വയർ ചെയ്തതിനു ശേഷം ലഭിക്കുന്ന പ്രോഫിറ്റിന് പറയുന്ന പേരാണെന്ത്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ. ഇവിടെ എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? റവന്യൂ പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റ്. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും റവന്യൂ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ റവന്യൂ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു സബ്സിഡറി കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റവന്യൂ പ്രോഫിറ്റും ഉണ്ടായിരിക്കും. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെയാണ് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി subsidiary company after the shares have been acquired by the parent company are called post acquisition profit. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. അതായത് ഒരു പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്തതിന് ശേഷം വരുന്ന പ്രോഫിറ്റിനെയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് എന്നെല്ലാം വിളിക്കുന്നത്. അതായത് ഷെയർസ് ഓഫ് ദി പാരന്റ് കമ്പനി in the post acquisition profit of the subsidiary is added to the reserves and surplus of the parent company. അതായത് ഈ ഒരു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ പാരന്റ് കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസിനെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ഈ ഒരു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ
പാരന്റ് കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് അല്ലെങ്കിൽ റിട്ടേൺഡ് ഏർണിംഗ്സിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളതെല്ലാം അതേ സ്ഥാനത്ത് നിന്നാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ, അക്വയർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് റിസർവ്സ് ആൻഡ് സർപ്ലസിനോട് കൂടെ അല്ലെങ്കിൽ റിട്ടേൺഡ് ഏർണിംഗ്സിനോട് കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടതാണ്. അതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡ് റിട്ടേൺഡ് ഏർണിംഗ്സ്. അപ്പോൾ ഇത് റിട്ടേൺഡ് ഏർണിംഗ്സ്, റിട്ടേൺഡ് ഏർണിംഗ്സ് അല്ലെങ്കിൽ റിസർവ് ആൻഡ് സർപ്ലസ്, റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എവിടേക്കാണ് ആഡ് ചെയ്യേണ്ടത്? റിട്ടേൺഡ് ഏർണിംഗ്സ് എന്നൊരു ഹെഡിലേക്കോ അല്ലെങ്കിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്നൊരു ഹെഡിങ്ങിന്റെ കീഴിലോ ആണ്, അണ്ടറിലോ ആണെന്ത് ഈ ഒരു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇനി ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് റിട്ടേൺഡ് ഏർണിംഗ്സിൽ നിന്ന് അല്ലെങ്കിൽ റിസർവ് ഓർ സർപ്ലസിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ഒരു ലോസ് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ചില സമയത്ത് എന്താണ്, അത് ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ആഡഡ് ടു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനോട് കൂടെ അത് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ പാരന്റ് കമ്പനിക്കുള്ള ഷെയർ ആണ് ഇവിടെ റിട്ടേൺഡ് ഏർണിംഗ്സിൽ ആഡ് ചെയ്യേണ്ടത്. അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലാണ് ആ ഒരു പ്രീ അക്വിസിഷന്റെ ആ ഒരു പോർഷൻ, ആ ഒരു ആ ഒരു അനുപാതത്തിലാണ് ഇവിടെ അത് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പ്രോബ്ലത്തിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. The individual balance sheet P Limited and S Limited are given below. അതായത് പി ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും ഇൻഡിവിജ്വൽ ബാലൻസ് ഷീറ്റാണ് ഇവിടെ നൽകാൻ വേണ്ടി പോകുന്നത്. അതിൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് ഹെഡിങ് ആണ്, ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പി ലിമിറ്റഡ് 4 lakh, എസ് ലിമിറ്റഡ് 1,60,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് പി ലിമിറ്റഡ് 1,80,000, എസ് ലിമിറ്റഡ് 90,000. കറണ്ട് ലാബിലിറ്റീസ് 60,000, 30,000. ടോട്ടൽ പി ലിമിറ്റഡ് ടോട്ടൽ 6,40,000, എസ് ലിമിറ്റഡ് ടോട്ടൽ 2,80,000. ഈ നോൺ കറണ്ട് അസറ്റാണ്. നോൺ കറണ്ട് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ് 4,40,000, എസ് ലിമിറ്റഡ് 2,80,000. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എസ് ലിമിറ്റഡ് അറ്റ് എ കോസ്റ്റ് 2 lakh. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്, 2 lakh ആണ്. അതായത് 2 ലക്ഷം രൂപ എസ് ലിമിറ്റഡിൻ്റെ ഷെയറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പി ലിമിറ്റഡ് കൺസിഡറേഷനായിട്ട് നൽകിയിട്ടുണ്ട്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ പി ലിമിറ്റഡ് 6,40,000, എസ് ലിമിറ്റഡ് 2,80,000. നെക്സ്റ്റ് പാരഗ്രാഫാണ്. പി ലിമിറ്റഡ് അക്വേർഡ് 70% ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് 2 years ago. 2 വർഷം മുമ്പ് പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ 70% ഇക്വിറ്റി ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ 70% ഇക്വിറ്റി ഷെയർസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻ നൽകിയത് എത്രയാണ്, 2 lakh, 2 ലക്ഷം രൂപയാണ്. കണ്ടോ നിങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എസ് ലിമിറ്റഡ് അറ്റ് എ കോസ്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വിറ്റി ഷെയർസ് വാങ്ങാൻ 2 ലക്ഷം രൂപ നൽകിയെന്നാണ്. അത് എത്രയാണ്, 70% ഇക്വിറ്റി ഷെയർസാണ്. വെൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് വെർ ആസ് ഫോളോസ്. ആ ഒരു സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് പ്രോഫിറ്റാണ് പി ലിമിറ്റഡിൻ്റേത് 1,12,500, എസ് ലിമിറ്റഡ് 60. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ പോസ്റ്റ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് നോട്ട് എന്നാണ് ആദ്യം ചെയ്യുകയാണ്. ആദ്യം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. വർക്കിംഗ് നോട്ട് എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ട്
വർക്കിംഗ് നോട്ട്. അതിൽ ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എൻഡ് ഓഫ് ദി പ്രോഫിറ്റ്, അതായത് ഇപ്പോഴുള്ള എൻഡിലുള്ള പ്രോഫിറ്റും അതുപോലെ തുടക്കത്തിലുള്ള പ്രോഫിറ്റ് മീൻസ് 2 years മുമ്പുള്ള പ്രോഫിറ്റ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. 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 അതായത് ആ ഒരു വർഷം അവസാനിക്കുന്ന പ്രോഫിറ്റ്. ആ ഒരു വർഷം അവസാനിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് 90,000 ആണ്. 90,000 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് അക്വയർ ചെയ്യുന്ന സമയത്തുള്ള പ്രോഫിറ്റ്, അതാണ് തുടക്കത്തിലുള്ള പ്രോഫിറ്റ്. അതെന്ത് ചെയ്യണം? അതിൽ നിന്ന് ലെസ് ചെയ്യാം. അപ്പം ലെസ് പ്രോഫിറ്റ് അറ്റ് ദ അക്വിസിഷൻ. ലെസ് പ്രോഫിറ്റ് അറ്റ് അക്വിസിഷൻ. പ്രോഫിറ്റ് അറ്റ് അക്വിസിഷൻ എത്രയാണ്? എമൗണ്ട് 60,000 ആണ്. 60,000. അപ്പോ 30,000. ഇവിടെ 30,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 30,000 ആണ്. ഇനി എന്ത് ചെയ്യണം? 70% ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള 30% എന്താണ്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടുത്തെ ടോട്ടൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ വർക്കിംഗ് നോട്ടാണ്. വർക്കിംഗ് നോട്ട് 1. വർക്കിംഗ് നോട്ട് 2 എന്നാണ്? കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരന്റ് കമ്പനി അക്വയർ ചെയ്ത ഇക്വിറ്റി ഷെയർസിന്റെ ബാലൻസ് വരുന്ന ഷെയർസ് ഔട്ട്സൈഡേഴ്സ് ആണ് അക്വയർ ചെയ്യുന്നത്. ഈ ഔട്ട്സൈഡേഴ്സിനാണ് നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതെന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് എന്താണ്? വാല്യൂ ഓഫ് 30% ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. വാല്യൂ ഓഫ് 30% എന്ന് പറഞ്ഞാൽ 70% പീരിയഡ് അക്വയർ ചെയ്യുന്നു. ബാക്കി വരുന്ന 30% ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. അതായത് എസ് ലിമിറ്റഡിന്റെ ഷെയർസ് എത്രയാണ്? ടോട്ടൽ ഷെയർസ് 1,60,000 ആണ്. അതിന്റെ 30% എമൗണ്ട് എത്രയാണ്? 48,000 ആണ്. 48,000 ആണ്. അതുപോലെ തന്നെ അതിലേക്ക് എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. വേറെ ആയല്ലോ. ഇതിലേക്ക് എന്തൊക്കെ വേണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും അതുപോലെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും രണ്ടും ഇവിടേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ്. ഫസ്റ്റ് എന്താണ്? ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 60,000 രൂപയാണ്. അതായത് ഇതാണ് പ്രോഫിറ്റ് അക്വിസിഷൻ സമയത്തുള്ള ഒരു പ്രോഫിറ്റ് ആണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അത് എത്രയാണ്? പ്രോഫിറ്റ് അറ്റ് അക്വിസിഷൻ, അതായത് അക്വയർ ചെയ്യുന്ന സമയത്തുള്ള പ്രോഫിറ്റ്, അതാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. എമൗണ്ട് 60,000 ആണ്. 60,000 60,000. അതിന്റെ 30%, 60,000ത്തിന്റെ 30% എത്രയാണ്? 18,000 ആണ്.
18,000. ഇനി അതോടുകൂടി എന്ത് ചെയ്യണം? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? അതായത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ പോസ്റ്റ് അക്വിസിഷനിലുള്ള ഷെയറും എത്രയാണോ അത് എന്ത് ചെയ്യണം? ഇതോടുകൂടി ആഡ് ചെയ്യണം. ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് എത്രയാണ്? 30,000 ആണ്. 30,000 രൂപ. 30,000 ഇൻറ്റു 30%. 30,000ന്റെ 30% എമൗണ്ട് എത്രയാണ്? 9,000 ആണ്. 9,000. ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയെന്നുള്ളതെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എമൗണ്ട് എത്രയാണ്? 75,000 ആണ്. 75,000 രൂപ. 75,000 രൂപയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ 2 വർക്കിംഗ് നോട്ട് ചെയ്തു. ഒന്ന് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടു 30,000 രൂപ. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ആണ്. അത് 75,000 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആണ്. അതായത് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ഗുഡ്വില്ല്, കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വില്ലാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് അവിടെ എന്തുണ്ടായിരിക്കും? ഗുഡ്വിൽ ഉണ്ടായിരിക്കും. അതായത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ ഫസ്റ്റ് എന്താണ്? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ കൺസിഡറേഷൻ പെയ്ഡ്. ഈ കാൽക്കുലേഷനൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. കൺസിഡറേഷൻ പെയ്ഡ്, ടോട്ടൽ പെയ്ഡ് ചെയ്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് കൺസിഡറേഷൻ പെയ്ഡ്. അത് എത്രയാണ്? 2 lakh ആണ്. 2 lakh rupees. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസ് അക്വയർഡ്, പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, paid up value shares acquired, paid up value shares acquired. അപ്പോൾ ടോട്ടൽ ഷെയർ എത്രയാണ്? 1,60,000 ആണ്. അതിന്റെ 70% ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. അതായത് പി എന്ന കമ്പനി എസ് എന്ന കമ്പനിയുടെ 70% അക്വയർ ചെയ്തത്. ആ 70% എത്ര രൂപയാണ്? 1,12,000 ആണ്. 1,12,000, 1,12,000 രൂപ. അതിൽ നിന്നും എന്ത് ലെസ് ചെയ്യണം? വീണ്ടും എന്താണ്? ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ലെസ് ചെയ്യണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ലെസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ടോട്ടൽ 60,000 അല്ലേ? 60,000 രൂപയാണ്. അക്വിസിഷൻ സമയത്തുള്ള പ്രോഫിറ്റ് 60,000 രൂപയാണ്. അതിന്റെ 70% ആണ് 70%. 60,000ത്തിന്റെ 70% എത്രയാണ്? 42,000. 42,000. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ 1,12,000 രൂപ, 1,12,000 രൂപയുടെ ഷെയർ നമ്മൾ വാങ്ങിയത് 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പേയ്മെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താണ് 1,12,000 രൂപയുടെ ഷെയർ വാങ്ങിയത്. ഇവിടെ എന്താണ്? ബാക്കി 2 ലക്ഷത്തിൽ നിന്നും 1,12,000 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 88,000 രൂപയാണ്. ഈ 88,000 രൂപയും എന്തല്ല? ക്യാപിറ്റൽ ലോസ് അല്ല. കാരണം എന്താണ്? ഈ ഒരു ബിസിനസ്സിൽ എന്തുണ്ട്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാണ് ഈ ബിസിനസ്സിലുണ്ട്. ആ ബിസിനസ്സിൽ നമ്മുടെ ഷെയറിന്റെ പോർഷൻ എത്രയാണ്? 60,000ത്തിൽ 42,000 42,000 രൂപയാണ്.
ഈ 82,000 രൂപയിൽ നിന്നും എന്ത് ചെയ്യണം? 42,000 രൂപ കൂടി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ രണ്ട് സംഖ്യ തമ്മിൽ ആഡ് ചെയ്യാം. പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസ് അക്യൂർഡ് പി അക്വിസിഷൻ പ്രോഫിറ്റ് രണ്ട് എമൗണ്ട് എന്ത് ചെയ്യാം? നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലഭിക്കും? 1,54,000 എന്ന് ലഭിക്കും. 1,54,000 രൂപ. ഇനി ഈ 2 ലാഖിൽ നിന്നും ഈ രണ്ട് എമൗണ്ട് മീൻസ് 1,54,000 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 46,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ ലോസ്. അതായത് 1,54,000 കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 2 ലാഖ് കൊടുത്തു. ബാക്കി വരുന്ന 46,000 രൂപയാണ്. ഇത് ക്യാപിറ്റൽ ലോസ് ആണ്. ഇതിനെ ഗുഡ്വില്ലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഗുഡ്വിൽ. ഈ ഗുഡ്വില്ലിനെ പാരന്റ് കമ്പനിയുടെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യും? പാരന്റ് കമ്പനിയുടെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. പാരന്റ് കമ്പനിയുടെ അസറ്റ് സൈഡിൽ എന്താണ്? ഈ ഒരു ഗുഡ്വില്ല് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എന്താണ്? 3 വർക്കിംഗ് നോട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. എമൗണ്ട് എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ എമൗണ്ട് എത്രയാണ്? 30,000 രൂപയാണ്. തൽക്കാലം എഴുതി വെക്കുന്നു 30,000 രൂപ. അതുപോലെ തന്നെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നുള്ളത് 75,000 ആണ്. വർക്കിംഗ് നോട്ട് 2, വർക്കിംഗ് നോട്ട് 1, ഈ വർക്കിംഗ് നോട്ട് 3 എന്താണ്? ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ. ഗുഡ്വില്ല് എത്രയാണ്? 46,000 രൂപ. 46,000 രൂപ. ഇത് മൂന്നാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. തൽക്കാലം എന്താണ് അവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നാണ് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നാണ് പ്രിപ്പയർ ചെയ്യാം. ഹെഡിങ് എന്നാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അതാണ് ഹെഡിങ്. എന്നിട്ട് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റഡ് എന്താണ്? ബാലൻസ് ഷീറ്റ് വരച്ചു. ഇനി അതിലെന്താണ്? ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. ഏറ്റവും ടോപ്പിൽ എന്നാണ് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. അതിൽ ഫസ്റ്റ് ഇക്വിറ്റി. ഇക്വിറ്റി എമൗണ്ട് എത്രയാണ്? ഇവിടെ ഇക്വിറ്റി എസ് ലിമിറ്റഡിന്റെ ഇക്വിറ്റി ഉണ്ട്, പി ലിമിറ്റഡിന്റെ ഇക്വിറ്റി ഉണ്ട്. ഇവിടേക്ക് പാരന്റ് കമ്പനിയുടെ ഇക്വിറ്റി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് എത്രയാണ്? 4 lakh ആണ്. 4 lakh. ഇക്വിറ്റി എത്രയാണ്? 4 lakh rupees ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ റിട്ടേൺഡ് ഏർണിങ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ റിട്ടേൺഡ് ഏർണിങ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് ഇവിടെ പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ്? 1,80,000 രൂപയാണ്. 1,80,000. 1,80,000 രൂപയാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. റിട്ടേൺഡ് ഏർണിങ്സിന്റെ കൂടെ അല്ലെങ്കിൽ എന്താണ് റിസർവ് ആൻഡ് സർപ്ലസിന്റെ കൂടെ പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നമ്മൾ കമ്പനിയിൽ എന്തുണ്ട്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്. എത്രയാണ്? 30,000 രൂപയാണ്. ഇത് വർക്കിംഗ് നോട്ടിലൂടെ കണ്ടതാണ്. 30,000 രൂപ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അതെന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. അതായത് ഷെയർ ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഷെയർ ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഷെയർ ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അതായത് എത്രയാണ്? 30,000 രൂപയല്ലേ? 30,000 രൂപയാണ്.
അതിൽ 70%, അതായത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ടോട്ടൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഷെയറിൽ പി ലിമിറ്റഡിന്റെ ഷെയർ എത്രയാണ്? 70%. ആ ഒരു 70% എത്രയായിരിക്കും? 21,000 ആണ്. 21,000. 1,80,000 പ്ലസ് 21,000 എത്രയാണ്? 2,01,000 എന്നാണ്. 2,01,000. ക്ലിയർ ആയല്ലോ? ഇത് പാരന്റ് കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റിട്ടേൺഡ് ഏർണിങ്സ് ആണ്. 1,80,000. അതോടുകൂടെ സബ്സിഡറി കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അത് 30,000 രൂപയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അത് നമ്മളെന്താണ് വർക്കിംഗ് നോട്ടിലൂടെ കണ്ടെത്തി. അതിന്റെ 70% 21,000 എന്നുള്ളത്. ഇനി എന്താണ്? നോൺ കറന്റ് ലാബിലിറ്റീസ് ആണ്. ഇക്വിറ്റി എന്നാണ് എഴുതി. അടുത്തതാണ് നോൺ കറന്റ് ലാബിലിറ്റീസ്. നോൺ കറന്റ് ലാബിലിറ്റീസ്. നോൺ കറന്റ് ലാബിലിറ്റീസ് നെക്സ്റ്റ് ഹെഡിങ് ആണ് നോൺ കറന്റ് ലാബിലിറ്റീസ്. അതിലെന്താണ്? നോൺ കറന്റ് ലാബിലിറ്റീസിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് നോട്ട് 2. കണ്ടാൽ നിങ്ങൾ ഇവിടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എത്രയാണ്? നമ്മൾ വർക്കിംഗ് നോട്ടിലൂടെ അത് കണ്ടെത്തിയതാണ്. 75,000 രൂപയാണ്. 75,000 ആണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് കറന്റ് ലാബിലിറ്റീസ്. കറന്റ് ലാബിലിറ്റീസ്. കറന്റ് ലാബിലിറ്റീസ് എത്രയാണ്? കറന്റ് ലാബിലിറ്റീസ് പി ലിമിറ്റഡ് 60,000. പി ലിമിറ്റഡ് 60,000 പ്ലസ് എസ് ലിമിറ്റഡിൻ്റെത് 30,000. 30,000. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 90,000 ആണ്. ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് 90,000. ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് എന്ന സൈഡിന്റെ ടോട്ടൽ ലഭിക്കുന്നതാണ് 7,66,000. 7,66,000 എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ ടോട്ടൽ ലഭിക്കുന്നതാണ്. ഇനി അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡ്. അസറ്റ്സ്. രണ്ടാമത്തെ സൈഡാണ് അസറ്റ് സൈഡ്. അതായത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വെർട്ടിക്കൽ ഫോമിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തത് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വരാൻ കാരണം. ഫസ്റ്റ് എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ആണ്. ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് ഇവിടെ എ ലിമിറ്റഡിൻ്റെത്, എ ലിമിറ്റഡ് അല്ല പി ലിമിറ്റഡ് 4,40,000 ആണ്. 4,40,000 പ്ലസ് എസ് ലിമിറ്റഡിന്റെ ടാഞ്ചിബിൾ അസറ്റ് എത്രയാണ്? 2,80,000 ആണ്. 2,80,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ് 7,20,000 എന്ന് ലഭിക്കും. 7,20,000 എന്നത് നമുക്ക് ആൻസർ ലഭിക്കും. ഇനി നമുക്ക് വരേണ്ടത് ഗുഡ്വില്ലാണ്. ഗുഡ്വിൽ. കാരണം എന്താണ്? ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്? അത് ഗുഡ്വില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ട് ആണ് എത്രയാണ്? 46,000. 46,000 ഇതൊക്കെ നമ്മൾ വർക്കിംഗ് നോട്ടിലൂടെ കണ്ടെത്തിയതാണ്. എന്ത് ചെയ്യാം? എല്ലാ ഐറ്റംസ് എടുത്തു കഴിഞ്ഞു. എന്ത് ചെയ്യാം? അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7,66,000 എന്ത് ചെയ്യും? നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഇതാണ് കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻ ദ സബ്സിഡറി. സബ്സിഡറി കമ്പനിയിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്ന ഒരു പ്രതീക്ഷയോട് കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.